നമസ്കാരം, എല്ലാവർക്കും ടി വി ഞാൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിങ്ങം ഒന്നാണ്. എല്ലാവരും ഓണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. സാധാരണ ഇന്ന് ചിങ്ങം 1-ാം തീയതി ആകുമ്പോൾ അത്തമാണ്. ഇന്ന് 2-ാം നാളെ ചിത്തിനെയാണ്. അത്തം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് അത്തം 10 തിരുവോണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത്തം കഴിഞ്ഞ് 11-ാമത്തെ ദിവസമാണ് തിരുവോണം എത്തുക എന്നൊരു രീതിയുണ്ട്. അപ്പം ചിത്തിരയാണ് ഇന്നത്തെ ദിവസം ഓണക്കാലമായി. ഓണം ആഘോഷത്തിനെല്ലാം ഭാഗമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പോൾ പരീക്ഷയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഓണാഘോഷം അങ്ങനെ എല്ലാ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഓണത്തിൻ്റെ ഒരു കാലം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കുള്ള സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ കാത്തിരിക്കുന്ന ഓണം ബോണസ് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഓണം ബോണസ് മാത്രമല്ല ഉത്സവ ഭത്തയായിട്ട് അത് സർക്കാർ ഇതര ജീവനക്കാർക്ക് നൽകുന്ന ഈ നമ്മുടെ താൽക്കാലിക ജീവനക്കാർ, മറ്റ് പിന്നെ അതേപോലെ പെൻഷൻ ഉപയോക്താക്കൾക്ക് ഇവർക്കൊക്കെ ലഭിക്കുന്ന ഓണം ബോണസ് ഉത്സവ ഭത്ത എത്ര രൂപയാണെന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടും അതെന്തൊക്കെയാണ് കാത്തിരിക്കുന്നതും എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് റിപ്പോർട്ടിൽ പരിശോധിക്കാം. ഇന്ന് ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഈ പറയുന്ന ഈ തുക വിതരണം ചെയ്യും. ഉത്സവ സീസണിലെ ജീവനക്കാർക്ക് ആശ്വാസപരമായി ലഭിക്കുന്ന ബോണസാണ്. അതായത് 6 സാലറിയിൽ നിന്ന് പിടിക്കുന്നതല്ല, എക്സ്ട്രാ ആയിട്ട് ഒരു ഗിഫ്റ്റ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണം സമ്മാനമാണ്. അതായത് 4500 രൂപയാണ് ഓണം ബോണസായിട്ട് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നത്. അതേപോലെ തന്നെ സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപ ഉത്സവ ഭത്തയും, പിന്നെ ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളിലെയും പെരിത്തറ്റിക് വിദ്യാലയങ്ങളിലെ അധ്യാപകർ ആയമാർ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് എല്ലാവർക്കായി 1550 രൂപ ഉത്സവ ഭത്തയും ലഭിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ദിവസവേതനക്കാർക്ക് 1460 രൂപയും, ബാലവാടി, അംഗൻവാടി ഹെൽപ്പർമാർ, ആയമാർ, പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ എന്നിവർക്ക് 1450 രൂപയും ഉത്സവ ഭത്തയായി ലഭിക്കും. എല്ലാ സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഓണം അഡ്വാൻസായി 20,000 ലഭിക്കും. ഇത് ഉത്സവ ഭത്തയല്ല, ഇത് ബോണസ് അല്ല, അഡ്വാൻസ് ആയിട്ട്. നമുക്കിപ്പം ഓണം കുറച്ചുകൂടെ നല്ല രീതിയിൽ ആഘോഷിക്കണം, അല്ലെങ്കിൽ അത്യാവശ്യമുണ്ട്, അപ്പോൾ 20,000 രൂപ നിങ്ങളുടെ സാലറിയിൽ നിന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാം. പിന്നെ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അതായത് 5,000 രൂപ വെച്ച് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാനും 4,000 അത് തിരിച്ചടച്ച്, അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തിരിച്ചടച്ച് നിങ്ങൾക്ക് 20,000 രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും എന്നാണ് ഈ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് 4,500 രൂപയാണ് ഇന്നത്തെ പറയുന്നത് ബോണസായിട്ട് ലഭിക്കാം. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 3,000 രൂപ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ എങ്ങനെയാണ് ഈ 3,000 രൂപയും സർക്കാർ ജീവനക്കാർക്ക് 2 തലത്തിൽ, അതായത് 4,500 രൂപ 3,000 രൂപ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. അതായത് ഇതൊക്കെ ഇവർക്ക് പുറമെ 6,000 രൂപ, അതായത് ചില ജീവനക്കാർക്ക് ലഭിക്കും. പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർ, എല്ലാ വകുപ്പുകളിലെയും NMR, CLR, സീസണൽ വർക്കർമാർ, കൃഷി ഫാമുകളിലെ സ്ഥിരം വർക്കർമാർ, സർക്കാർ വകുപ്പിലെ സ്ഥിരം തൊഴിലാളികൾ, പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ വർക്ക്ഷോപ്പിലെ വർക്കർമാർ, ആലപ്പുഴയിലെ ഡ്രഡ്ജർ ആൻഡ് ഡ്രൈ ഡോക്കിലെ വർക്കർമാർ, കുടുംബാസൂത്രണ വോളണ്ടർമാർ, വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ് എന്നിവിടങ്ങളിലെ സ്ഥിരമല്ലാത്ത വർക്കർമാർ, ബന്ധപ്പെട്ട ലോക്കൽ ബോഡി, കൃഷി വകുപ്പ് എന്നിവിടങ്ങളിൽ കോക്കനട്ട് സ്പ്രേയിങ് വർക്കർമാർ, മൗണ്ടഡ് പോലീസ് വിങ്ങിലെ ഗ്രാസ് കട്ടർമാർ എന്നിവർക്ക് 6,000 രൂപ ഓണം അഡ്വാൻസ് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് അതും ഓണം അഡ്വാൻസ് ആണ്, ബത്തയല്ല. അതായത് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് തുക വാങ്ങിക്കാം. ഇത് ഇനിയും പറയാൻ പോകുന്നത് ബോണസ് ആർക്കെല്ലാം ലഭിക്കുമെന്നതായ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ പ്രാബല്യത്തിലുള്ള 11-ാം ശമ്പള പരിഷ്കരണം പ്രകാരം ശമ്പള സ്കെയിലിൽ 49,275 രൂപ വരെ തുകയുള്ള 10-ാം ശമ്പള പരിഷ്കരണ സ്കെയിലുകളിൽ 44,462 വരെയുള്ള ശമ്പളം വാങ്ങിക്കുന്നവർക്കാണ് 4,000 അതിൽ താഴെ, അതായത് 49,270. ഇതിൽ ഈ HRAയും അതേപോലെ തന്നെ മറ്റ് അലവൻസുകളെല്ലാം ഒഴിവാക്കിയിട്ട്, അതായത് DA വരുമായിരിക്കും, മറ്റ് അലവൻസുകളെല്ലാം ഒഴിവാക്കിയിട്ട് 49,275 രൂപ ശമ്പളം കൈപ്പറ്റുന്നവർക്ക്, അത്രയും തുക പറ്റുന്നവർക്ക് 4,500 രൂപയാണ് ബോണസായിട്ട് ലഭിക്കുക. ഈ ശമ്പള പരിധിയിൽ വരുന്ന അർഹരായ ജീവനക്കാർക്ക് 1 മാസത്തെ വേതനം അല്ലെങ്കിൽ 4,500 രൂപ അതിനകത്ത് പറയും. ഈ തുകയിൽ കൂടുതലുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3,000 രൂപ, അതായത് ഈ 49,275 രൂപയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്നവർക്ക് 3,000 രൂപയാണ്
ഓണം ബോണസായിട്ട് ലഭിക്കുക. ഈ ഓണം ബോണസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംശയം മിക്കവാറും അല്ലെങ്കിൽ പൊതുവായിട്ട് വരുന്ന സർക്കാർ ജീവനക്കാർക്ക് തോന്നുന്ന കാര്യമാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക ഒരിക്കലുമല്ല. നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഓണസമ്മാനമാണ്. അതായത് ഏതിപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദീപാവലിക്കാണ്, നമ്മുടെ ഇവിടെ ഓണമാണ് പ്രധാന ആഘോഷം, നമ്മുടെ ദേശീയ ആഘോഷം, ദേശീയ ഉത്സവമായിട്ട് വരുന്ന ഓണമാണ്. അപ്പോൾ ഓണത്തിനാണ് സർക്കാർ ഇതേപോലെ ഒരു ഉത്സവ ബത്ത പോലെ ഒരു പ്രത്യേക ആക്ടാണ്. അതുപോലെ 4500 രൂപ അധികം ഒരിക്കലും നിങ്ങൾ ശമ്പളത്തിന് പിടിക്കില്ല. ശമ്പളത്തിന് പിടിക്കുന്നത് ഏതാണെന്ന് നേരത്തെ പറഞ്ഞു, 20,000 രൂപ അഡ്വാൻസ് ആയിട്ട്. നിങ്ങൾക്കിപ്പം ഒരു ഓണം കുറച്ചുകൂടെ ഈ 4500 രൂപ ചിലവ് നടക്കത്തില്ല, നിങ്ങൾക്ക് ഒന്ന് കുറച്ചുകൂടെ അധികം എമൗണ്ട് കാശ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻസ് ആയിട്ട് ചോദിക്കാം. ഇത് തരും. 20,000 രൂപ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതെന്ന് പറയുന്നത് 5 മാസത്തെ തുല്യഗഡുക്കളായി ഒക്ടോബർ മാസം മുതലുള്ള ശമ്പളത്തിൽ നിന്ന് തിരിച്ചടയ്ക്കേണ്ടതാണ്. അതായത് സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസം ലഭിക്കുന്ന ശമ്പളത്തിൽ നിങ്ങൾ 5 മാസം കൊണ്ട് ഈ 20,000 രൂപ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഓണം ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് 20,000 രൂപയുണ്ട്. അപ്പം നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെയായിരിക്കും? സർക്കാർ ജീവനക്കാർ കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം വന്നു. ഇനിയും കാത്തിരിക്കുന്ന പല പ്രഖ്യാപനവും ഉണ്ട്. DA, അതേപോലെ തന്നെ ശമ്പള പരിഷ്കരണം, 12ാം ശമ്പള പരിഷ്കരണം എപ്പോഴാണെന്ന് കാത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് TV9 മലയാളത്തിലൂടെ അറിയാൻ സാധിക്കും. അപ്പം വീണ്ടും മറ്റു വിശേഷങ്ങളുമായി എത്താം. നന്ദി, നമസ്കാരം.